നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ AC ഷോബി. പ്രധാന വാർത്തകൾ. ഒരു തുണ്ട് ഭൂമിയില്ലാതെ ഭൂമിയുടെ അവകാശികൾ. പട്ടയമില്ലാതെ പായിപ്പാട്ടെ 70ഓളം കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് 40 വയസ്സ്. മരണം പതിയിരിക്കുന്ന പമ്പ. ബെർമുഡ ട്രയാങ്കിൾ കുട്ടനാട്ടിലും. ആത്മഹത്യാമുനമ്പായി കൈനടിപ്പാലവും പരിസരവും. ചക്രം മാറി മോട്ടോർ വന്നെങ്കിലും കൂലി ചക്രം ചവിട്ടിയ കാലത്തേത് തന്നെയെന്ന് പമ്പിംഗ് തൊഴിലാളികൾ. മിൽമയിലെ നന്മ അന്യം നിൽക്കാൻ കാരണം പാലിന്റെ ലഭ്യതക്കുറവ്. ഈ സാഹചര്യത്തിലാണ് ക്ഷീരസംഗമ കൂട്ടായ്മകൾ പ്രസക്തമാകുന്നതെന്ന് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. വാർത്തകൾ വിശദമായി. പട്ടയം ഇല്ലാതെ പായിപ്പാട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ 70ഓളം കുടുംബങ്ങളാണ് കഴിഞ്ഞ 40 വർഷമായി പട്ടയം ലഭിക്കാത്തത് മൂലം ദുരിതം അനുഭവിക്കുന്നത്. AC റോഡിന് സമീപം പൂവം 1-ാം പാലം മുതൽ പടിഞ്ഞാറോട്ട് 2-ാം പാലം വരെ താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ് പട്ടയം ഇല്ലാത്തത്. 1-ാം പാലം മുതൽ 2-ാം പാലം വരെയുള്ള 5 ഏക്കർ 84 സെന്റ് റവന്യൂ പുറമ്പോക്കിൽ കഴിഞ്ഞ 40 വർഷമായി താമസിക്കുന്ന ഈ കുടുംബങ്ങൾക്ക് 1995-ൽ കൈവശരേഖ ലഭിച്ചു. പിന്നീട് മാറി മാറി വന്ന സർക്കാരുകൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഗണനയും നൽകിയില്ല. നിരവധി പരാതികൾ റവന്യൂ അധികാരികൾക്കും മന്ത്രിമാർക്കും നൽകിയിട്ടും യാതൊരു പ്രയോജനവും ലഭിച്ചില്ല. 40 വർഷമായിട്ട് ഞങ്ങൾ AC റോഡ് പുറമ്പോക്കിൽ താമസിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല. ഞങ്ങളെ ഗവൺമെന്റ് ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ മനുഷ്യരാണെന്നുള്ള രീതിയിൽ പോലും അത് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും വേഗം അത് പട്ടയം തന്ന് ഞങ്ങളെ മനുഷ്യരായി അംഗീകരിപ്പാൻ കഴിയണം. ഏത് ഗവൺമെന്റ് ആണെങ്കിലും അധികാരം മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഞങ്ങളെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഈ ബന്ധപ്പെട്ട ഗവൺമെന്റുകൾ നല്ല രീതിയിൽ ഞങ്ങളെ സഹായിക്കുകയും അതിനുവേണ്ടി പട്ടയം ലഭിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ഈ പുറമ്പോക്കിൽ നിന്ന് AC റോഡിൽ നിന്ന് വളരെ താഴ്ന്ന പ്രദേശമായതിനാൽ പാടശേഖരത്ത് വെള്ളം കയറ്റുമ്പോൾ ഇവരുടെ വീടുകളിലും വെള്ളം കയറും. വെള്ളപ്പൊക്ക കാലമായാൽ ഇവർ AC റോഡിൽ ഷെഡ് കെട്ടിയോ ദുരിതാശ്വാസ ക്യാമ്പിലോ താമസിക്കണം. മാത്രമല്ല ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. പഞ്ചായത്തിന്റെയോ ബ്ലോക്കിന്റെയോ യാതൊരു സഹായവും നാളിതുവരെ ഇവർക്ക് ലഭിച്ചിട്ടുമില്ല. കാരണം ഈ കുടുംബങ്ങൾക്ക് പട്ടയമില്ല എന്നതുതന്നെ. 24 കിലോമീറ്റർ നീളമുള്ള AC റോഡിന്റെ മറ്റു പ്രദേശങ്ങളിലെല്ലാം തന്നെ പട്ടയം നൽകിയിട്ടും ഈ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് മാത്രം സർക്കാർ പട്ടയം നൽകിയില്ല. ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും ഈ പ്രദേശത്തെത്തുന്ന നേതാക്കൾ പട്ടയം ഇന്നു തരാം നാളെ തരാം എന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. പഞ്ചായത്ത് 1-ാം വാർഡിൽ റോഡ് സൈഡിൽ താമസിക്കുന്ന 5 ഏക്കർ 84 സെന്റ് സ്ഥലത്തിനകത്ത് ഏതാണ്ട് 79ഓളം വീടുകളിപ്പം വീട്ടിലെ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ഇവർക്ക് നിലവിൽ കൈവശരേഖ മാത്രമേ ഉള്ളൂ. കൈവശരേഖയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്നല്ല മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളൊന്നും നിലവിൽ കിട്ടാത്തൊരു പ്രാഥമിക സൗകര്യത്തിന്റെ അവസ്ഥ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. കാരണം പട്ടയമില്ല എന്നുള്ളൊരു കാരണമാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി വരുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് നിലവിൽ കൈവശരേഖ മാത്രമാണ് ഉള്ളത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഏറ്റവും കൂടുതൽ വീതി കൂടുതലുള്ളൊരു പ്രദേശം ആണ് ഈ പറയപ്പെടുന്ന ഈ 3 കിലോമീറ്റർ വരുന്ന ഈ സ്ഥലം. അതോടൊപ്പം തന്നെ ഇവിടെ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഇത്രയും റോഡിനുള്ള വീതി വേറൊരു സ്ഥലത്തുമില്ല. ഇവിടെ NOC അടക്കം PWD കിട്ടിയിട്ടും നിലവിൽ ഈ പട്ടയം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പ്രദേശ താമസക്കാർക്ക് പട്ടയം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകളും നടപടിക്രമങ്ങളും പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. സർക്കാർ പുറമ്പോക്ക് ഭൂമികൾ റിസോർട്ട് മാഫിയകൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കാൻ മത്സരിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ മരണപ്പെട്ടാൽ അടക്കം ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത ഈ പാവപ്പെട്ടവർക്ക് പട്ടയം നിഷേധിക്കുന്നത് കടുത്ത അനീതിയാണ്. S. രാജേഷ്, KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. ഇവിടെ മരണം പതിയിരിക്കുന്നു. കൈനടി പാലത്തിന് താഴെ പമ്പയാറിന്റെ കൈവഴിയിൽ അടുത്തിടെ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞത് 8 പേർ. കുട്ടനാടിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിവരില്ല. എന്നാൽ ആ സൗന്ദര്യത്തെ ഭീതിയുടെ നിഴലിലൂടെ നോക്കിക്കാണുകയാണ് ഇവിടുത്തെ ഒരു കൂട്ടം ജനങ്ങൾ. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പാണ് ചെറുകരയെയും കൈനടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൈനടി പാലം നിലവിൽ വന്നത്. എന്നാൽ കൈനടി പാലത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന പമ്പയാറിന്റെ കൈവഴി കൂടിയായ ചെറുകരയാറിന് പറയുവാനുള്ളത് അപകടങ്ങളുടെ ദുരന്തകഥകൾ മാത്രം. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ നദി കവർന്നെടുത്തത് പല കുടുംബങ്ങൾക്കും താങ്ങും തണലുമായ 8ഓളം ജീവനുകളാണ്. കുറച്ചു നാളുകളായിട്ട് ഏകദേശം 8 പേരോളം മരണം സംഭവിച്ച ഒരു
പ്രദേശമാണ്. വളരെ ദുർമരണം എന്ന് തന്നെ പറയണം. കാരണം പുറത്തുനിന്ന് വരുന്ന കുട്ടനാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പുറത്തുനിന്ന് വരുന്ന ആളുകൾ കുട്ടനാടിൻ്റെ ഈ ജലതടാകങ്ങളിൽ ഇറങ്ങി കുളിക്കാനും മറ്റും ശ്രമിക്കുമ്പോൾ ഈ പാലത്തിൻ്റെ അടിയിൽ വന്ന് കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളാണ് മരണം സംഭവിക്കുന്നത്. ഒരു സ്ഥലം പിന്നെ ഇവിടെ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. വളരെ ഒരു നിഗൂഢമായ ഒരു ശക്തി ഉണ്ടോ എന്നൊരു ഞങ്ങൾക്കൊക്കെ വളരെയേറെ സംശയമുണ്ട്. കാരണം ഇവിടെ ഇപ്പം പകലും രാത്രികളിലൊക്കെ ഈ കുളിക്കടവിൽ വന്ന ആളുകൾ ഇരിക്കുകയും കുളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരും വരത്തില്ല, ഭയന്ന് ഈ നാട്ടുകാർ ഇപ്പം രാത്രി കാലങ്ങളിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഈ പാലത്തിന് വഴിവിളക്കുകളില്ല. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ട ആളുകൾ ഇതിലെ പോകാൻ മടിക്കുന്നു. ഇവിടെ തന്നെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെക്കുവാൻ ഞങ്ങൾ പഞ്ചായത്ത് അധികാരികളോടും വേണ്ട അധികാരികളോടുമൊക്കെ പലപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളതാണ്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപകടങ്ങൾ പതിവായതോടെ ഈ പ്രദേശത്ത് വരുവാൻ പോലും നാട്ടുകാർ മടിക്കുകയാണ്. ഒരു നാടിനെ മൊത്തം ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന കൈനടി പാലം ഉൾപ്പെടുന്ന 1 കിലോമീറ്ററോളം പ്രദേശത്ത് ഒരു വഴിവിളക്ക് പോലും സ്ഥാപിക്കുവാൻ വേണ്ടപ്പെട്ട അധികാരികൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. നീലമ്പേരൂർ പഞ്ചായത്തിന്റെ 12, 13 വാർഡുകളിൽപ്പെടുന്ന പ്രദേശമാണ് ഇവിടം. പാലത്തിന് ഇരുകരകളിലും സമീപത്തെ കടവുകളിലും ജാഗ്രതാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം. ഇവിടെ ഒരു അപകടം, ഈ 3-4 പിള്ളേർ വന്ന് അപകടം ഉണ്ടായി. ഞങ്ങളതിനെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ മുൻകൈ എടുത്ത് ഞങ്ങൾ ചാടുകയും അവരെ രക്ഷിക്കുകയും ചെയ്തത്. ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. അവർ ബസ്സിൽ ആരും വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഓടി വന്ന് രക്ഷപ്പെടുത്തിയതും ആ ശവം എടുക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുകയൊക്കെ ചെയ്തതാണ്. ആത്മഹത്യ ചെയ്യുവാനുള്ളവർക്കുള്ള പ്രേരണയായിട്ടല്ല ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്, മറിച്ച് അധികാരികൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ്. ഇനിയെങ്കിലും ഇവിടെ അപകടം ഉണ്ടാവാതിരിക്കാൻ. ക്യാമറാമാൻ മർഡോണ വർഗീസിനൊപ്പം സാനു, KCV ന്യൂസ്. 7 മാസം ജോലി ചെയ്താൽ 6 മാസത്തെ കൂലി മാത്രം. അത് ലഭിക്കുന്നതോ 10-20 തവണയായി. ഇതാണ് കുട്ടനാട്ടിലെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന പമ്പിംഗ് തൊഴിലാളികളുടെ അവസ്ഥ. 24,000 രാജപുരം, മാർത്താണ്ഡം, മതികായൽ 14,000 തുടങ്ങി കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കായലുകളിൽ ഉറക്കമൊഴിഞ്ഞ് കൃഷിക്കായി വെള്ളം വറ്റിക്കുന്ന പമ്പിംഗ് തൊഴിലാളികൾക്ക് ഒരു മാസം ലഭിക്കുന്ന കൂലിയാണ് 10,200 രൂപ. എന്നാൽ ഇതിനടുത്ത് പോലും കൂലി പലപ്പോഴും കോൺട്രാക്ടർമാർ നൽകാറില്ലെന്ന് പമ്പിംഗ് തൊഴിലാളികൾ തന്നെ വ്യക്തമാക്കുന്നു. പമ്പിംഗ് മോട്ടോർ ഡ്രൈവേഴ്സ് തൊഴിലാളികൾ അനുഭവിക്കുന്ന യാതനകൾ കുറെ കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്താൽ ശമ്പളമില്ല, ശമ്പളം ചോദിച്ചാൽ തല്ലാൻ വരികയും 7 മാസം ജോലി ചെയ്താൽ 6 മാസം കാശേ തരുന്നുള്ളൂ. ആ കാശിനകത്ത് വെട്ടിക്കുറവും എല്ലാമാണ്. പല ഗഡുക്കളായിട്ടാണ് ശമ്പളം തരുന്നത്. 10,200 മാസം ശമ്പളം ഉണ്ട്. അത് ഒരു മാസം ചിലപ്പോൾ 4,000 തരും, 5,000 തരും. കൊയ്ത്ത് കഴിയുമ്പോൾ ഒന്നിച്ച് തരാമെന്ന് പറയും. കൊയ്ത്ത് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് 7.5 മാസം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസം കാശേ തരത്തുള്ളൂ, അത് വെച്ചേ തീർക്കത്തുള്ളൂ. ഇതൊക്കെയാണ് കോൺട്രാക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് പുഞ്ചപ്പള്ളി ഓഫീസ് ഇതുമായിട്ട് ലേലത്തിന് മുന്നേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് അപേക്ഷിക്കുന്നത്. മോട്ടോർ തറ ഇറക്കുന്നത് മുതൽ ഇലക്ട്രിക് കണക്ഷൻ വിച്ഛേദിക്കുന്നവരെ തൊഴിലാളികൾക്ക് കൂലി നൽകണമെന്നിരിക്കെ ഇതൊന്നും കോൺട്രാക്ടർമാർ പലപ്പോഴും പാലിക്കാറില്ല. ആകെയുള്ള തുച്ഛമായ വരുമാനം പോലും പല തവണകളായിട്ടാണ് പലപ്പോഴും നൽകാറ്. മോട്ടോർ തൊഴിലാളികളുടെ ഈ വരുമാനത്തിൽ നിന്നും നിശ്ചിത ശതമാനം തുക ഓരോ മാസവും കോൺട്രാക്ടർമാർ പിടിച്ചുവെക്കാറുമുണ്ട്. എന്നാൽ തന്നു തീർക്കുവാനുള്ള കൂലിയെപ്പറ്റി കോൺട്രാക്ടർമാരോട് ചോദിക്കുമ്പോൾ പലപ്പോഴും ഭീഷണിയുടെ സ്വരമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് KCV. കേരളം കണികണ്ടുണരുന്ന നന്മയായ മിൽമ പാലും പരിശുദ്ധമല്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. പരിശുദ്ധമായ പാൽ എന്ന പരാമർശം കവറിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടാനുണ്ടായ സാഹചര്യം തന്നെ പാലിന്റെ ലഭ്യതക്കുറവ് മൂലം ഉണ്ടായതാണെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. മറ്റെല്ലാത്തിനുമെന്നതുപോലെ പാലിന്റെ കാര്യത്തിലും കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഈ സാഹചര്യത്തിലാണ് ക്ഷീര കർഷക സംഘങ്ങളും ക്ഷീരസംഗമം പോലെയുള്ള കൂട്ടായ്മകളും പ്രസക്തമാകുന്നതെന്നും ജേക്കബ് എബ്രഹാം പറഞ്ഞു. ചമ്പക്കുളം ബ്ലോക്ക് ക്ഷീരവികസന വകുപ്പ് 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ക്ഷീരസംഗമം 2014-2015 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷം ക്ഷീരമേഖലയിൽ പ്രതീക്ഷിക്കുന്ന പുതിയ പദ്ധതികളെക്കുറിച്ചുമൊക്കെ വളരെ സംക്ഷിപ്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയുണ്ട്. നമുക്കറിയാം, ഇന്ന് ക്ഷീരമേഖല വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചോളം നമ്മളെ ഈ പാലിന്റെ കാര്യത്തിൽ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന, ഒത്തിരിയധികം കുറവുള്ള മറ്റ് സംസ്ഥാനങ്ങളെ തന്നെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിനുള്ള പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം ശരിയായിട്ടുള്ള ഒറിജിനലായിട്ടുള്ള പാല് കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖസത്യം ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്ന ഒരു 3-4 മാസം മുമ്പാണ് ഹൈക്കോടതിയിൽ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി വിധിക്കകത്ത് ഈ മിൽമയുടെ പാക്കറ്റിൽ പ്യുവർ മിൽക്ക് എന്നുള്ള ആ ഒരു വാചകം മാറ്റണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. കാരണം ശരിയായിട്ടുള്ള പൂർണ്ണമായിട്ടുമുള്ള
പാലല്ല കൊടുക്കുന്നത്. മറിച്ച് പാൽപ്പൊടി ഉൾപ്പെടെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പാലിന്റെ പുറത്ത് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യമുണ്ടാക്കുന്ന തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവ പിൻവലിക്കേണ്ട ഒരു സ്ഥിതി നിൽക്കുന്ന സംസ്ഥാനത്ത് നമുക്ക് എങ്ങനെ ക്ഷീരമേഖലയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി അധ്യക്ഷയായി. ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് കേരള ക്ഷീരകർഷക ക്ഷേമനിധിയും സാമൂഹ്യ പ്രതിബദ്ധതയും ക്ഷീരകർഷക മേഖലയിലെ നൂതന പ്രവണതകൾ, കന്നുകാലി രോഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസുകൾ നയിച്ചു. ചമ്പക്കുളം ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകനെ ആദരിക്കൽ, കന്നുകാലി പ്രദർശന മത്സരത്തിലെ വിജയിക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വിതരണം ചെയ്തു. ജേക്കബ് ടി ജോസഫ്, ER രാധാകൃഷ്ണപിള്ള, KL ബിന്ദു, K ഭാഗ്യലക്ഷ്മി, ജോപ്പൻ ജോയി എന്നിവർ സംസാരിച്ചു. ഡയറി ഫാം ഉദ്യോഗസ്ഥരായ R അനീഷ് കുമാർ, A സെൽമ ബീവി, R സുജാത എന്നിവർ ഡയറി കിസ് മത്സരത്തിന് നേതൃത്വം നൽകി. ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനവും പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. അനശ്വര സംവിധായകന് ജന്മനാടിന്റെ യാത്രാമൊഴി. അന്തരിച്ച സംവിധായകൻ ശശികുമാറിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ തത്തമ്പള്ളി സെന്റ് മൈക്കിൾസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ശശികുമാറിന് അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC വേണുഗോപാൽ MP, തോമസ് ഐസക് MLA, CPIM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു, DCC പ്രസിഡന്റ് A ഷുക്കൂർ, ചലച്ചിത്ര പ്രവർത്തകരായ കുഞ്ചൻ, ഫാസിൽ, തമ്പി കണ്ണന്താനം, വാഴൂർ ജോസ്, നാരായണൻകുട്ടി, രാജീവ് ആലുങ്കൽ തുടങ്ങിയ നിരവധി പ്രമുഖർ ശശികുമാറിന് അന്തിമോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ADM റീത്ത് സമർപ്പിച്ചു. തുടർന്ന് 4 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. കുട്ടനാട് താലൂക്കിൽ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കൈനകരി ഗ്രാമപഞ്ചായത്ത് വിഭജിച്ച് കൈനകരി ഈസ്റ്റ് പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന് ജനതാദൾ സെക്യുലർ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം KC തോമസ്. ഇപ്പോൾ നടന്നുവരുന്ന പ്രവർത്തനങ്ങളെല്ലാം കൈനകരി പഞ്ചായത്തിന്റെ പടിഞ്ഞാറേക്കരയിലാണ്. കൈനകരിയാറിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും ചേന്നങ്കരിയാറിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളും മൂന്നാറ്റിൻമുഖം മുതൽ വടക്കോട്ട് റാണി, ചിത്രക്കായൽ വരെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പുതിയ പഞ്ചായത്ത് രൂപീകരിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രദേശങ്ങളുടെ സുസ്ഥിര വികസനം സാധ്യമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. മങ്കൊമ്പിൽ KC വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈനകരി പഞ്ചായത്തിലെ വികസനങ്ങളെല്ലാം പമ്പയാറിന്റെ പടിഞ്ഞാറേക്കരയിലായിട്ടാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഈ കൈനകരി ഗ്രാമപഞ്ചായത്ത് വിഭജിച്ച് കൈനകരി ഈസ്റ്റ് പഞ്ചായത്ത് എന്ന പേരിൽ പുതിയൊരു പഞ്ചായത്ത് രൂപീകരിക്കേണ്ടത് കൈനകരിയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് അനിവാര്യമാണ്. ചേന്നങ്കരിയാറിന്റെ പടിഞ്ഞാറേ പ്രദേശങ്ങളും കൈനകരി പമ്പയാറിന്റെ കിഴക്കൻ പ്രദേശങ്ങളും ഉൾപ്പെടെ മൂന്നാറ്റുമുഖം തൊട്ട് റാണി, ചിത്ര, കായൽ വരെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പുതിയൊരു പഞ്ചായത്ത് രൂപീകരിച്ചെങ്കിൽ മാത്രമേ കിഴക്കൻ പ്രദേശത്തിന്റെ വികസനങ്ങൾ സാധ്യമാകൂ. കൂടാതെ പരിശുദ്ധ സിംഹാസനം ചാവറ കുര്യാക്കോസ് ഇലസിനെ വരുന്ന നവംബറിൽ ബിസിനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ചാവറ കുര്യാക്കോസ് ഇലസിന്റെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന കൈനേരി ഈ നിർദ്ദിഷ്ട പഞ്ചായത്തിലാണ്. കൂടാതെ പാടശേഖരങ്ങളാലും പുഴകളാലും നദികളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡ് പ്രദേശം കൂടിയാണിത്. സ്വാമിനാഥൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കുട്ടനാട് വാക്കിൽ ഉൾപ്പെടുത്തി പാടശേഖരങ്ങളുടെ പുറമണ്ടുകൾ 3 മീറ്ററിൽ നിർമ്മിക്കുന്നതിനുള്ള പണം അലോട്ട്മെന്റ് ഉള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ പാടശേഖരങ്ങളുടെ പുറമണ്ടുകളെല്ലാം വികസിച്ച് നല്ലൊരു വഴികളുണ്ടാകുകയും ഈ പ്രദേശത്തിന്റെ സമഗ്ര വികസനം അത് ഉപകരിക്കപ്പെടുകയും ചെയ്യും. സ്മരണതീർത്ഥത്തിൽ ആറാടി എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് 50ാം ജന്മദിനം ആഘോഷിച്ചു. സുവർണ ജൂബിലിയുടെ ഭാഗമായി നടന്ന ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും സംഗമ സമ്മേളനം പൂർവ്വ വിദ്യാർത്ഥി അർജുന അവാർഡ് ജേതാവായ ഒളിമ്പ്യൻ സെബാസ്റ്റ്യൻ സേവ്യർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ എടത്വ സെന്റ് ജോർജ് ഫെറാനോ പള്ളി വികാരി ഫാദർ ജോൺ മണക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാപക പ്രിൻസിപ്പൽ ഡോക്ടർ PT ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഒരു കെട്ടിടമില്ലാത്ത ഏതൊരു ആദ്യത്തെ കോളേജ് 1962 ജൂലൈയിൽ ഉദ്ഘാടനം സാധിച്ചു. ഇന്ന് ഇവിടെ ഒന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ ജൂലി ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആശംസിച്ചുകൊണ്ട് നന്മയും കരുണയും എന്ന് നിങ്ങളെ പിന്തുടരട്ടെയെന്ന് സങ്കീർത്തന്റെ വാചകത്തിൽ ഞാൻ നിങ്ങളെ അഭിവാദനം ചെയ്യും. ആദ്യ ബാച്ച് വിദ്യാർത്ഥിയും കോളേജ് വൈസ് പ്രിൻസിപ്പളുമായിരുന്ന പ്രൊഫസർ ജെയിംസ് സെബാസ്റ്റ്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാവിലെ 9:30 ഫാദർ ജോൺ മണക്കുന്നേൽ സുവർണ പതാക ഉയർത്തിയതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ആരോഗ്യ വിഭാഗം സ്ക്വാഡ് നീലമ്പേരൂർ പഞ്ചായത്തിലെ ഹോട്ടൽ, ബേക്കറി, കൂൾബാർ, മത്സ്യമാംസ വ്യാപാര സ്ഥാപനങ്ങൾ, പെട്ടിക്കടകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പഴകിയ ആഹാര സാധനങ്ങൾ, എണ്ണ എന്നിവ പിടിച്ചെടുത്തു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന 9 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയതായി നീലമ്പേരൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചതുർത്ഥ്യാഗരി ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർഷിക സമ്മേളനവും സ്കോളർഷിപ്പ് വിതരണവും ഗാന്ധി ക്ലബ് ഉദ്ഘാടനവും നടന്നു. ഉച്ചയ്ക്ക് 2 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കൂടിയ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പത്മകുമാർ ഗാന്ധി ക്ലബ് ഉദ്ഘാടനവും വൃക്ഷത്തൈ നടിയിലും നിർവഹിച്ചു. കളർനിറഞ്ഞാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഗാന്ധിയുടെ ദർശനങ്ങൾ സത്യത്തിലും അഹിംസയിലും ഊന്നിരുന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം എല്ലാവരും പ്രസംഗിച്ച് പറയുന്ന പോലെ അല്ലായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധി ചെയ്തത്. സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ രൂപപ്പെടുത്തിയത്. അല്ലാതെ ഞാനോ നിങ്ങളോ ഒക്കെ പലയിടത്തും പോയി പ്രസംഗിച്ചിട്ട് എല്ലാവരും ഉപദേശിക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളത് വളരെയേറെ ദുഃഖം പിടിച്ച ഒരു കേസ് തന്നെയാണ്. PTA പ്രസിഡന്റ് CP അൽകുമാർ അധ്യക്ഷനായിരുന്നു. പ്രധാന അധ്യാപിക ഷീല, മുൻ ബ്ലോക്ക് മെമ്പർ വേണുഗോപാൽ, രാധമ്മ സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കുട്ടനാട്ടിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസ് സ്ഥാപിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കുട്ടനാട് നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PN വിജയകുമാർ. കുട്ടനാട്ടിൽ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും ക്ഷേമനിധി അംഗങ്ങളുമാണ്. ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പണം അടയ്ക്കുന്നതിനും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി ഇപ്പോൾ ആശ്രയിക്കുന്നത് അമ്പലപ്പുഴയിലെ ഓഫീസിനെയാണ്. ഈ ഓഫീസിലെ തിരക്ക് മൂലം രാവിലെ മുതൽ വിവിധ ആവശ്യങ്ങൾക്ക് ഓഫീസിൽ എത്തുന്നവർ വൈകിട്ടായാലും സേവനം ലഭ്യമാകാതെ തിരികെ പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ കുട്ടനാട് കേന്ദ്രീകരിച്ച് കാവാലത്തോ പുളുങ്ങുന്നിലോ ക്ഷേമനിധി ബോർഡ് ഓഫീസ് സ്ഥാപിക്കണം. 25 വർഷമായി ക്ഷേമനിധി അടയ്ക്കുന്നവരിൽ നിന്നും വള്ളങ്ങളുടെ ഇൻഷുറൻസ് വാങ്ങാതിരിക്കുകയും ഇപ്പോൾ തുക ഒരുമിച്ച് അടയ്ക്കണമെന്നും അല്ലാത്തപക്ഷം ക്ഷേമനിധി വിഹിതം സ്വീകരിക്കുന്നതല്ലെന്നും അറിയിച്ചിരിക്കുകയാണ്. ഈ തുക ഒന്നിച്ചടയ്ക്കുവാൻ മത്സ്യത്തൊഴിലാളികളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നതല്ല. ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുവാനും ഫിഷറീസ് വകുപ്പ് ജീവനക്കാർ തൊഴിലാളികളോട് മാന്യമായി പെരുമാറുവാനുമുള്ള സാഹചര്യം സൃഷ്ടിക്കുവാനും അധികാരികൾ തയ്യാറാവണം. കുട്ടനാട്ടിൽ പ്രവർത്തിക്കുന്ന മത്സ്യ സഹകരണ സംഘങ്ങൾ രാഷ്ട്രീയ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ മത്സ്യത്തൊഴിലാളികൾക്ക് അംഗത്വം നിഷേധിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഈ നടപടി അവസാനിപ്പിച്ച് അർഹമായ മുഴുവൻ ആളുകളെയും സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളാക്കുവാൻ ക്ഷേമനിധി ബോർഡും മത്സ്യഫെഡും
ഫെഡും ഇടപെടണം. പൊതുജലാശയങ്ങളിൽ സർക്കാർ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുമ്പോൾ അടക്കംകൊല്ലി വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം നിയമം മൂലം നിരോധിക്കാനുള്ള നടപടിയും സ്വീകരിക്കണം. പാടശേഖരങ്ങളിൽ മത്സ്യകൃഷി വ്യാപകമായതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലായിരിക്കുകയാണ്. കൊയ്ത്തിന് ശേഷം വെള്ളം കയറുന്ന പാടശേഖരങ്ങളിൽ 6 മാസത്തോളം സ്വതന്ത്രമായി മീൻ പിടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ മത്സ്യകൃഷി വ്യാപകമായതോടെ ഈ അവസരവും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ 15 മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യണം. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ദുരിതങ്ങൾക്ക് അറുതി വരുത്തുവാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PN വിജയകുമാർ ആവശ്യപ്പെട്ടു. വളരെയധികം യാതനകളും വേദനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ആറ്റു മത്സ്യങ്ങൾ പാടെ ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം വെള്ളത്തിന്റെ ഏറ്റവും ഉപരിതലത്തിൽ കഴിയുന്ന കോല, മൊരശ് അടക്കം വെള്ളത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന നങ്ക, പൂളാൻ, പിന്നെ ചുണ്ടൻകൂരി അടക്കം കാരി, കൂരി, കുറുവ, ചെമ്പല്ലി, വരാലെ, ക്ലാപ്പ, നച്ചുകരിമീൻ അടക്കം പാടെ ഇവിടെ ഇല്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. ഇതെന്താണ് ഇതിന് കാരണം? ഇപ്പോൾ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നു. ഈ മത്സ്യക്കുഞ്ഞുങ്ങളല്ലാതെ മറ്റു മീനുകളൊന്നും നമ്മുടെ കായലുകളിലില്ല. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഈ 6 മാസക്കാലം കുട്ടനാട്ടിലെ കൃഷി കഴിഞ്ഞ പാടശേഖരങ്ങളിൽ മത്സ്യം പിടിക്കുന്നതിന് സ്വതന്ത്രമായി മത്സ്യം പിടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. സർക്കാരിന്റെ ആനുകൂല്യത്തോടു കൂടി ഗവൺമെന്റ് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു പദ്ധതി വന്നിരിക്കുന്നതിനാൽ അപ്പൊ അതും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. ഇതിനെല്ലാം പരിഹാരമായി മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ ഈ കഷ്ടതകളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും അടിയന്തരമായി സർക്കാർ ഇടപെടുന്നതോടൊപ്പം തന്നെ മത്സ്യ സഹകരണ സംഘങ്ങളിൽ, കുട്ടനാട്ടിലെ വിവിധ മത്സ്യ സഹകരണ സംഘങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് രാഷ്ട്രീയ വിവേചനമില്ലാതെ അംഗത്വം കിട്ടുന്നതിനും മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡ് കുട്ടനാട്ടിൽ കാവാലത്തോ പുളുങ്ങലിലോ സ്ഥാപിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിച്ച് ഈ ഉൾനാടൻ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ കർശനമായി ഇടപെടുകയും അതിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെന്ന് കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. കേരള മെഡിക്കൽ സെയിൽസ് ആൻഡ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ 47ാം ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. തോമസ് ഐസക് MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ആധുനികമായിട്ടുള്ള വിദേശത്ത് കമ്പനി നടത്തുന്നത് എന്നിട്ട് വന്ന് ഡൽഹിയിലും എല്ലാം കമ്പനി തുടങ്ങി അവിടെ എന്തൊക്കെ പ്രാകൃതമായ ഏർപ്പാടുകളാണ്. അത് യൂണിയൻ പോയി യൂണിയൻ അത് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പുതിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ അത് നമുക്ക് ഈ വിശാലമായിട്ടുള്ള രാഷ്ട്രീയ ക്യാൻവാസിൽ നമ്മൾ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടില്ല. ജനങ്ങൾ കൂടി ഉണ്ടാവും. അവരെ കൂടി അണിനിരത്തി നേരിടും എന്നുള്ള ആത്മവിശ്വാസം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് ബിജു അലോഷ്യസ് അധ്യക്ഷനായിരുന്നു. ബിജു P ചാക്കോ, MM ഹനീഫ, P മധു, പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പെട്രോൾ അലവൻസ് മിനിമം 3 രൂപയാക്കി നിശ്ചയിക്കുക, ESI PF ബോണസ് ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനത്തിൽ ഉന്നയിച്ചു. ഒടുക്കം നാട്ടുകാരിറങ്ങി തോടും വൃത്തിയായി. വർഷങ്ങളായി പോളയും മാലിന്യങ്ങളും അടിഞ്ഞ് നീരൊഴുക്ക് നഷ്ടപ്പെട്ട തോടാണ് നാട്ടുകാർ വൃത്തിയാക്കിയത്. നെടുമുടി തെക്കേമുറിയിലെ വിവിധ വാർഡുകളിലാണ് നാട്ടുകാർ തോട് വൃത്തിയാക്കിയത്. പരുത്തിക്കളം, കയ്യത്തറ മുതൽ കാണാവള്ളി വരെയുള്ള തോടാണ് കൈരളി ഗ്രന്ഥശാലയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വൃത്തിയാക്കിയത്. കുട്ടനാടിനെ സംബന്ധിച്ച് പോളം എന്ന് പറയുന്ന വളരെ ഒരു മാരകമായ രോഗമായിട്ട് മാറുകയാണ്. ജലാശയങ്ങൾ മുഴുവൻ കമ്പോസ്റ്റായിട്ട് മാറിക്കൊണ്ടിരുന്ന കാലയളവിലാണ്. ഇപ്പം സർക്കാരിന്റെ വികലമായ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഈ പോളം നീക്കം ചെയ്തുകൊണ്ടിരുന്നതാണ്. പെട്ടെന്നുള്ള ഈ കാലാകാലങ്ങളിൽ അത് പ്രദേശങ്ങളിലെ ആ പരിസ്ഥിതി കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വകമാറ്റുന്ന നടപടി എടുക്കാമായിരുന്നു. ഇപ്പം കാസർഗോഡ് എൻഡോസൾഫാന് വളരെ ദോഷകരമായാണ് വെല്ലുവിളികളും മറ്റും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലയളവിൽ അതിനേക്കാൾ ദൂരമായിട്ടാണ് കുട്ടനാട്ടിലെ ഈ പോള തിങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജലം ഒരു കൂടി വെള്ളം പോലും കിട്ടാനില്ല. വെള്ളം സർവത്രയാണ്, കുടിക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞ മാർഗത്തിലാണ് ഇപ്പം കുട്ടനാട് സത്യം പറഞ്ഞാൽ നിലനിൽക്കുന്നത്. ആ ഒരു ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി ഈ കുട്ടനാടൻ ജനതയെ രക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. അത് ത്രിതല പഞ്ചായത്തായാലും കൊള്ളാം, ഏത് മാർഗത്തിൽ കൂടെയാണെങ്കിലും അതിനുള്ള പദ്ധതി പുനർചിന്തനം ചെയ്യണമെന്നാണ് ഈ പരിസരവാസികളെ നാട്ടിൽ പാർക്കുന്ന ജനങ്ങളുടെ ഒറ്റക്കെട്ടായ ആവശ്യം. SNDP യോഗം കുട്ടനാട് യൂണിയൻ സംഘടിപ്പിക്കുന്ന മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. ശനിയാഴ്ച ചെറുകര 2ാം നമ്പർ SNDP ശാഖ ഓഡിറ്റോറിയത്തിൽ കുട്ടനാട് SNDP യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP മധുസൂദനന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ സന്തോഷ് ശാന്തി മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി MT പുരുഷോത്തമൻ, PT പൊന്നപ്പൻ, AG സുഭാഷ്, V ശിവദാസ്, സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള നിലയിൽ പ്രത്യേക അവകാശങ്ങൾ കൂടി കൈക്കലാക്കി കഴിയുമ്പോൾ സാധാരണക്കാരായി ഒരുമാതിരി മെച്ചപ്പെട്ട
വിദ്യാഭ്യാസ നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രവേശനം ലഭ്യമല്ലാത്ത ഒരു വിദ്യാഭ്യാസ സാഹചര്യം ഈ സംസ്ഥാനത്ത് സംജാതമായിരിക്കുകയാണ്. അത് കോളേജ് വിദ്യാഭ്യാസം മാത്രമല്ല, പ്രൊഫഷണൽ മേഖലയിലുള്ള വിദ്യാഭ്യാസം മാത്രമല്ല, +1 തലത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ ആ അവഗണനയും അവസര നിഷേധവും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ഇത് മാറ്റിയെടുക്കുവാൻ, ഈ ഒരു സാഹചര്യം മാറ്റി ന്യായപൂർണമായ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അർഹതപ്പെട്ട എല്ലാവർക്കും വേണ്ട തുല്യതയാർന്ന അവകാശം, അവസര സമത്വം ഒരുക്കാൻ ഇവിടെ ആര് ഭരിച്ചാലും സാധിക്കാത്ത തരത്തിൽ ഈ പ്രത്യേക നിശ്ചിത താല്പര്യക്കാർ ആകമാനം പിടിമുറുക്കിയിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിശാലമായ വികസന സാധ്യതകൾ യുവതലമുറയ്ക്ക് മുന്നിൽ തുറന്നുകൊടുക്കുന്നതിനായി നൂതന തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്വാശ്രയ മേഖലയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടെ മങ്കൊമ്പ് തെക്കേക്കരയിൽ ആരംഭിക്കുന്ന ശ്രീനാരായണ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ പ്രവർത്തനങ്ങളെ അംഗവീടുകളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കൈനടി കരിമാത്ര ക്ഷേത്രത്തിലെ കർക്കടകവാവ് ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശനിയാഴ്ച വിശേഷാൽ സർപ്പപൂജ നടന്നു. രാവിലെ ഗണപതി ഹോമം, കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം തന്ത്രി തോട്ടക്കാട് കല്ലമ്പള്ളിയിലും ബ്രഹ്മശ്രീ കെ വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും നീലമ്പേരൂർ ദാമോദരൻ പോറ്റിയുടെ സഹ കാർമ്മികത്വത്തിലും സർപ്പക്കാവിൽ നൂറും പാലും നേദ്യവും നടന്നു. കരിമാത്ര ഇട്ടിയച്ചൻ കുടിയേരുത്തിയതായി വിശ്വസിക്കുന്ന സർപ്പദൈവങ്ങൾക്ക് തുലാം, കുംഭം, കർക്കിടക മാസങ്ങളിൽ മാത്രമാണ് വിശേഷാൽ പൂജ നടക്കുന്നത്. കർക്കിടക മാസം സർപ്പപൂജ നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് കരിമാത്ര ക്ഷേത്രം. ആയതിനാൽ നിരവധി ഭക്തജനങ്ങൾ കാവുപൂജ ദർശിക്കാൻ എത്തിച്ചേർന്നു. 25-ാം തീയതി രാത്രി 9 മണിക്ക് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വെള്ളം കുടിവയ്പ് വഴിപാട് നടത്തി നടയടയ്ക്കും. 26-ാം തീയതി രാവിലെ 5-ന് നടതുറപ്പും ഉണ്ണിയപ്പ പ്രസാദ വിതരണവും നടക്കും. ആത്മീയത നഷ്ടപ്പെടുന്ന പുതിയ തലമുറയ്ക്ക് പ്രാർത്ഥനാലയങ്ങൾ തിരിച്ചറിവ് നൽകുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. എടത്വ സെന്റ് ലോർഡ്സ് കോളേജിൽ പുതുതായി നിർമ്മിച്ച ചാപ്പൽ ആശീർവദിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കലാലയങ്ങളിലെ ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ ലബോറട്ടറികളിൽ ഒക്കെ ലഭിക്കുന്ന അറിവുകൾക്ക് ഒരു പരിമിതിയുണ്ട്. ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിന് കടന്നു ചെല്ലുവാൻ സാധിക്കില്ല. എന്നാൽ മനുഷ്യൻ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നുമില്ല. മനുഷ്യൻ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവനാണ്. അവൻ്റെ ഉള്ളിൽ അദമ്യമായ ഒരു വിശപ്പും ദാഹവുമുണ്ട്. അവനെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്ന ഒരു അറിവിന് വേണ്ടി ആ അറിവ് നേടുവാനുള്ള അറിഞ്ഞോ അറിയാതെയുള്ള പരിശ്രമം മനുഷ്യനിലുണ്ട്. ആ അറിവിനെ പ്രകാരം സാധാരണ ഭൗതികമായ അറിവിനപ്പുറത്തുള്ള അല്ലെങ്കിൽ യുക്തിക്കും ബുദ്ധിക്കും അതീതമായ ഒരറിവ്, അതിനെ വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത് ജ്ഞാനം എന്നാണ്. കാവാലം കുന്നമ്മ ശ്രീ വിശ്വകർമ്മ ദേവസ്വം ട്രസ്റ്റിന്റെ പരിധിയിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ നേടിയ അനന്തു ആർ കൃഷ്ണന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആചാര്യ സുനിൽ മഹാദേവ് ക്യാഷ് അവാർഡും ഫലകവും നൽകി ആദരിച്ചു. ഇനി ചരമവാർത്തകൾ. വെളിയനാട് ഇളവമഠത്തിൽ ശിവശങ്കരപ്പിള്ള നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 3-ന് വീട്ടുവളപ്പിൽ. നിരണം ചുള്ളിക്കാട്ടിൽ സി മാത്യു നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 11-ന് നിരണം വലിയപള്ളി സെമിത്തേരിയിൽ. ചമ്പക്കുളം അമിച്ചകരി പത്മവിലാസം ഈശ്വർ പണിക്കർ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 1-ന് വീട്ടുവളപ്പിൽ. കുറിച്ചി സജീവോത്തമപുരം വാഴയിൽ തോട്ടത്തിൽ രാധാകൃഷ്ണൻ നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 11-ന് വീട്ടുവളപ്പിൽ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു തുണ്ട് ഭൂമിയില്ലാതെ ഭൂമിയുടെ അവകാശികൾ. പട്ടയമില്ലാതെ പായിപ്പാട്ടെ 70ഓളം കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് 40 വയസ്സ്. മരണം പതിയിരിക്കുന്ന പമ്പ. ബെർമുഡ ട്രയാങ്കിൾ കുട്ടനാട്ടിലും. ആത്മഹത്യാമുനമ്പായി കൈനടിപ്പാലവും പരിസരവും. ചക്രം മാറി മോട്ടോർ വന്നെങ്കിലും കൂലി ചക്രം ചവിട്ടിയ കാലത്തേത് തന്നെയെന്ന് പമ്പിംഗ് തൊഴിലാളികൾ. മിൽമയിലെ നന്മ അന്യം നിൽക്കാൻ കാരണം പാലിന്റെ ലഭ്യതക്കുറവ്. ഈ സാഹചര്യത്തിലാണ് ക്ഷീരസംഗമ കൂട്ടായ്മകൾ പ്രസക്തമാകുന്നതെന്ന് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.